ഹായ് ഹലോ അങ്ങനെ ഞങ്ങൾ വയനാട് നെല്ലാർ ഡ്രീം റിസോർട്ടിൽ എത്തിയേട്ടോ. എത്തിയപാട് ലഗേജൊക്കെ വെച്ച് റിസോർട്ട് മുഴുവനായിട്ടൊന്ന് കണ്ടേ. അതിനുശേഷം പ്ലേയിങ് ഏരിയ പോയിട്ട് ഞാനും ഷാമു സിംഗൊക്കെ ആടി. അങ്കിത സ്ലൈഡ് കയറിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് കുറച്ച് സംസാരിച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു റീൽ എടുത്തു. പിന്നെ ക്യാരം ബോർഡ് കളിച്ചു. ക്യാരം ബോർഡ് കളിക്കുന്നതിൻ്റെ ഇടയിലാണ് അറിഞ്ഞത് അവിടെ അടുത്ത്, അതായത് ഏകദേശം ഒരു 2 കിലോമീറ്റർ അപ്പുറമായിട്ട് ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ റെഡിയായി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. എത്തിയപ്പോഴാണ് മനസ്സിലായത് ആ ഒരു വ്യൂ പോയിന്റിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു കേട്ടോ. വയനാട് ഒത്തിരി തവണ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ഹിഡൻ സ്പോട്ട് ഉണ്ടെന്ന് അറിഞ്ഞത് ആദ്യമായിട്ടാണ്. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഫാമിലീസായിട്ടും ഫ്രണ്ട്സായിട്ടും ഈ ഒരു സ്ഥലം കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഫ്രീ അല്ലേ, പാസ്സൊന്നും ഇല്ലാണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി കാഴ്ച തന്നെയായിരുന്നു കേട്ടോ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇതുപോലെ കുട്ടി കുട്ടി ചായൻ്റെ സ്പോട്ടും ഉണ്ടായിരുന്നേ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ സ്നാക്സും ചായയും ഒക്കെ കഴിച്ചു. ചെറിയ രീതിയിൽ ചാറ്റൽ മഴയും പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം മഴയും പിന്നെ ചായയും പിന്നെ തണുപ്പും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി വൈബിൻ്റെ ആയിരുന്നു കേട്ടോ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഐസ്ക്രീമും കഴിച്ച് നേരെ റൂമിലേക്ക് പോയി. പൂളിലൊക്കെ ഞങ്ങൾ കുറച്ച് നേരം കളിച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊരു അടിപൊളി ക്യാമ്പ് ഫയർ അങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരു രക്ഷയില്ലാത്ത ഒരു ടൈം തന്നെയായിരുന്നു കേട്ടോ ഇത്. അത്രയും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ അത്രയും എൻജോയ് ചെയ്തൊരു സമയം തന്നെ ആയിരുന്നേ. അൽഫാം ചിക്കനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ വീഡിയോസൊക്കെ ഞാൻ എടുക്കാൻ വിട്ടുപോയി, കാരണം നമ്മൾ ഈ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോസൊക്കെ അങ്ങ് കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എൻ്റെ ലൈഫിൽ ഇതുപോലുള്ളൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടായിരുന്നു കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ മിക്കവരുടെയും എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം തന്നെയാണ്, ബോയ്സിൻ്റെ അല്ല ഗേൾസിൻ്റേത്. അവിടെ നിന്ന് മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ടിൽ പാട്ടൊക്കെ വെച്ച് നമ്മളങ്ങ് അർമ്മതിച്ചെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് മുൻഷയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത സോങ് തന്നെയായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ അതൊക്കെ ഞങ്ങളിങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് കുറേ നേരം ഇതുപോലെ സംസാരിച്ച് അതിൻ്റെ ഇടയിൽ ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കിട്ടുന്ന ആ ഒരു മൊമെൻറ്റ്സ് ഇല്ലേ, നമ്മളെ ലൈഫിൻ്റെ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്നും ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ടൈം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു ടൈമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് മാക്സിമം അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ റിൻറ്റുവിൻ്റെ ഈ ഒരു ഗാനമുള്ള അടിപൊളിൻ്റെ ആയിരുന്നേ. ഇതോടുകൂടി റിൻറ്റുവിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത്. ഇപ്പോൾ ഓഫീസിൽ ആളെ കാണാനേ ഇല്ല, ഓരോരോ ഒരു പ്രോഗ്രാംസൊക്കെ ആയിട്ട് ബിസിയാണെന്ന് അറിഞ്ഞ കേട്ടോ. പിന്നെ അതിനുശേഷം സന്ധ്യയുടെ വക നല്ലൊരു സോങ്ങൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ടൈം പോയതേ അറിഞ്ഞില്ല, കുറേ ടൈം. പിന്നെ അതിൻ്റെ ഇടയിൽ ഉറക്കം വന്നവരൊക്കെ പോയി ഉറങ്ങി. പിന്നെ കുറേ ടൈം ഞങ്ങളിങ്ങനെ ആസ്വദിച്ചു. അതിന് ശേഷം ബാക്കിയുള്ള വിശേഷങ്ങൾ ഇനി എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. കാരണം എല്ലാം കൂടി ഒറ്റൊരു വീഡിയോയിൽ എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആകുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തിടുന്നത്. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.